ശബരിമലയിൽ നടക്കുന്നത് നമ്പർ 1 തട്ടിപ്പോ? അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ ഭാരത്തിൽ സംശയങ്ങൾ ഉന്നയിച്ചാണ് വിശദ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. 2019 സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ടുപോയപ്പോൾ 42 കിലോ ഉണ്ടായിരുന്നുവെന്നും തിരികെ കൊണ്ടുവന്നപ്പോൾ ഭാരം കുറഞ്ഞതായി കാണുന്നുവെന്നും 4 കിലോ കുറഞ്ഞതെങ്ങനെയെന്നും കോടതി ചോദിച്ചു. വിചിത്രമായ കാര്യമാണിതെന്നും കോടതി നിരീക്ഷിച്ചു. ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായി സ്പോൺസർ വ്യക്തമാക്കി. ഇവ ഇപ്പോൾ എവിടെയാണെന്നറിയില്ലെന്നും 3 പവൻ സ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 2019 ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളുള്ള സമയമായതിനാൽ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ച് സന്നിധാനത്തെത്തിക്കുകയായിരുന്നു. എന്നാൽ പീഠം ഘടിപ്പിക്കുന്ന വേളയിൽ അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നും സ്പോൺസർ പറയുന്നു. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ആവർത്തിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നിലപാട് നേരത്തെ പ്രഖ്യാപിച്ചതാണെന്നും സംഗമങ്ങൾ നടക്കുന്നത് നല്ല കാര്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അയ്യപ്പ സംഗമത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നിലപാടിനെയും വെള്ളാപ്പള്ളി പരിഹസിച്ചു. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന അവസ്ഥയാണ് പ്രതിപക്ഷത്തിനെന്നും അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് നടക്കുന്ന വിശ്വാസ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും പങ്കെടുക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധികൾ അറിയിച്ചു. കൊട്ടാരം കുടുംബാംഗങ്ങളായ 2 പേരുടെ നിര്യാണത്തെ തുടർന്നുള്ള അശുദ്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നാണ് വിശദീകരണം. ആശുപത്രികളിലെ ഉപകരണക്ഷാമം പരിഹരിക്കാൻ താൽക്കാലിക ഇടപെടൽ. വിതരണക്കാർക്കുള്ള കുടിശ്ശിക തീർക്കാനായി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി രൂപ അനുവദിച്ചു. 65 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും 35 കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കും നൽകും. കുടിശ്ശിക തീർക്കാനായി KMSCL-നും കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും ധനവകുപ്പ് ഇടക്കാലത്തുക അനുവദിച്ചു. 50 കോടി രൂപയാണ് KMSCL-ന് അനുവദിച്ചത്. എന്നാൽ 2024 ഫെബ്രുവരി മുതൽ 25 മാർച്ച് വരെയുള്ള തുക ലഭിക്കാതെ സമരം നിർത്തില്ലെന്നാണ് വിതരണക്കാരുടെ നിലപാട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് ഗുരുതര പ്രതിസന്ധിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കാർഡിയോളജി വിഭാഗം മേധാവി ഇന്നലെ ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു. ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടാകുമെന്നും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവ് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്ന് സമ്മതിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി സഭയിൽ അറിയിച്ചു. 2.5 വർഷം മുമ്പ് നടന്ന ശസ്ത്രക്രിയയിലാണ് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. ചികിത്സാ പിഴവ് സമ്മതിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ ശബ്ദരേഖ പുറത്തുവന്നിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായി നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. പൊതുജനാരോഗ്യം പ്രാധാന്യമുള്ള വിഷയമാണെന്നും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ആരോഗ്യമന്ത്രി അറിയിക്കുകയായിരുന്നു. സഭാ നടപടികൾ നിർത്തിവെച്ചാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിൽ ആവശ്യപ്പെട്ടു. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് പടരുന്നതുമായി ബന്ധപ്പെട്ട നിയമസഭയിലെ അടിയന്തര പ്രമേയത്തിലെ ചർച്ചയിൽ പ്രതിപക്ഷ MLA N ഷംസുദ്ദീൻ ആരോഗ്യവകുപ്പിനും ആരോഗ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അതിവേഗം പടർന്നു പിടിക്കുകയാണെന്നും വീട്ടിൽ കുളിച്ചവർ പോലും രോഗം വന്ന് മരിക്കുന്നുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കപ്പിത്താനുണ്ടായിട്ട് കാര്യമില്ല, കപ്പൽ മുങ്ങിയെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. രോഗബാധയിൽ ശാസ്ത്രീയ വിശദീകരണം നൽകാൻ സർക്കാരിനാകുന്നില്ലെന്നും രോഗം പ്രതിരോധിക്കുന്നതിൽ ആരോഗ്യവകുപ്പിന് വ്യക്തതയില്ലെന്നിരുട്ടിൽ തപ്പുകയാണെന്നും N ഷംസുദ്ദീൻ വിമർശിച്ചു. തൃശൂർ ചേർപ്പിലെ കലുങ്ക് സംവാദത്തിനിടെ വയോധികന്റെ നിവേദനം നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കലുങ്ക് ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താനാണ് ശ്രമമെന്നും അത് നടക്കില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കൊച്ചുവേലായുധന്മാരെ ഇനിയും കാണിച്ചു തരാമെന്നും വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഇരിങ്ങാൽക്കുടയിലെ കലുങ്ക് സൗഹൃദ സംവാദത്തിൽ വെച്ച് CPM-നെ വെല്ലുവിളിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വീട് പണിയാനിറങ്ങിയവർ കരുവാന്നൂർ ബാങ്കിൽ പണം കൊടുക്കാൻ കൗണ്ടർ തുടങ്ങട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ച CPM കരുവാന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കണമെന്നും അതിനായി കരുവാന്നൂരിൽ ഒരു കൗണ്ടർ തുടങ്ങട്ടെ എന്നും സുരേഷ് ഗോപി വെല്ലുവിളിച്ചു. KT ജലീൽ ഒളിച്ചോടിയെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി PK ഫിറോസ്. മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പിൽ ഇടപെട്ട രേഖകൾ പുറത്തുവിട്ടതോടെ ജലീൽ മുങ്ങിയെന്നും ജലീലിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നതിന്റെ പകയും നിരാശയുമാണ് പിടിക്കപ്പെടുമെന്നുറപ്പായാൽ ഖുറാൻ ഉയർത്തിക്കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. മഹാനവമി, വിജയദശമി എന്നീ അവധി ദിനങ്ങളോടനുബന്ധിച്ച് യാത്രക്കാരുടെ സൗകര്യാർത്ഥം KSRTC ഈ മാസം 25 മുതൽ ഒക്ടോബർ 14 വരെ പ്രത്യേകാധിക സർവീസുകൾ നടത്തും. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ബംഗളൂരു, മൈസൂർ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവീസ് നടത്തും. ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ സൈറണിന്റെ ശബ്ദം കുറയ്ക്കുകയോ പകരം സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്തില്ലെങ്കിൽ സൈറൺ കണ്ടുകെട്ടുമെന്ന് കളക്ടർ. എന്നാൽ സൈറൺ ആചാരമാണെന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനം.
അതിരാവിലെ മുഴങ്ങുന്ന സൈറൻ തന്റെ ക്യാമ്പ് ഓഫീസിലെ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നായിരുന്നു കണ്ണൂർ റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്ര ആദ്യം നൽകിയ പരാതി കൌൺസിൽ ഐകകണ്ഠേന തള്ളിയിരുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിടുന്ന ലീലാവതി ടീച്ചർക്ക് ഐക്യദാർഢ്യവുമായി SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് കുറിച്ചു. പാലസ്തീൻ എന്ന നാട് ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയാൻ ഇസ്രയേൽ ശ്രമിക്കുമ്പോൾ അവിടെ അവസാനിക്കുന്നത് 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളുമാണെന്ന് ശിവപ്രസാദ് കുറിച്ചു. ഗാസയിൽ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുമ്പോൾ എന്റെ തൊണ്ടയിൽ നിന്നിങ്ങനെ ചൂറിറങ്ങുമെന്നാണ് ലീലാവതി ടീച്ചർ ചോദിച്ചത്. വയനാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥയെ അർദ്ധരാത്രി ഓഫീസിൽ വെച്ച് പീഡനത്തിന് ശ്രമിച്ച കേസിൽ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായ രതീഷ് കുമാറിന്റെ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തുവന്ന പിന്നാലെയാണ് നടപടി. പ്രതിയായ സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാർ അതിജീവിതയോട് നടത്തിയ സംഭാഷണമാണ് പുറത്തുവന്നത്. പടിഞ്ഞാറത്തറ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കണ്ണൂരിൽ ബാറിൽ വെച്ച് ഓടക്കുഴലിന്റെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂരിലെ CPM പ്രവർത്തകനായ ശരത് വട്ടപ്പൊയിലിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ബാറിലെ കൌണ്ടറിന് മുകളിൽ ഓടക്കുഴൽ വെച്ചിട്ടുള്ള ചിത്രമാണ് അടിക്കുറിപ്പോട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലായിരുന്നു സംഭവം. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് മുൻ ക്ലർക്ക് അഖിൽ C. വർഗീസ് ഒറ്റയ്ക്കാണ് നടത്തിയതെന്ന് വിജിലൻസ്. നഗരസഭാ സെക്രട്ടറി അടക്കം മറ്റുദ്യോഗസ്ഥർക്ക് തട്ടിപ്പ് വിവരം അറിയില്ലായിരുന്നുവെന്നും നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നും അഖിൽ കൈകാര്യം ചെയ്തിരുന്ന ഫയലുകൾ മേലുദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷവും അതിൽ ക്രമക്കേട് നടത്തിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ റോഡ് ഉപരോധിച്ച നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. വെത്തത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പുലിഭീതി അകറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവർക്കെതിരെയാണ് മേലാറ്റൂർ പോലീസ് കേസെടുത്തത്. നിയമവിരുദ്ധമായി സംഘം ചേർന്നെന്നും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്ക് മാർഗ തടസ്സമുണ്ടാക്കിയെന്നുമാണ് കേസ്. കൊച്ചിയിൽ ഷെയർ ട്രേഡിംഗിൽ കോടികളിൽ ലാഭമുണ്ടാക്കാമെന്ന് വാഗ്ദാനം നൽകി 26 കോടി രൂപ തട്ടിയ കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ സുജിതയെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനായ കൊച്ചിയിലെ വ്യവസായി വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പിലെ നിർദ്ദേശപ്രകാരം പണം കൈമാറിയ അക്കൗണ്ടുകളിലൊന്ന് സുജിതയുടേതാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദനം ചെയ്ത സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി മർദ്ദനമേറ്റ വെള്ളയ്യൻ. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് ആരോപണം. ചിറ്റൂർ DYSP െതിരെയാണ് വെള്ളയ്യൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മൊഴിയെടുക്കാനെന്ന വ്യാജേന വിളിപ്പിച്ച ശേഷം കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് വെള്ളയ്യൻ പറയുന്നത്. ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മാധ്യമപ്രവർത്തകൻ മരിച്ചു. സിരാജ് ദിനപത്രത്തിലെ സബ് എഡിറ്റർ ജാഫർ അബ്ദുറഹീമാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 12:50 അപകടമുണ്ടായത്. ഇടുക്കി മുതൽക്കോണം പള്ളിയിൽ പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കുമെന്ന് BJP പോസ്റ്റർ. വിവാദമായതോടെ പോസ്റ്റർ നിഷേധിച്ച് ഇടവക വികാരി രംഗത്തെത്തി. പള്ളിക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലെന്നും ഇടവക അറിയാതെയാണ് പോസ്റ്റർ അടിച്ചതെന്നും ഇടവക വികാരി വിശദീകരിച്ചു. ഇന്ന് രാവിലെയാണ് പോസ്റ്റർ പുറത്തുവന്നത്. BJPയുടെ ന്യൂനപക്ഷ മോർച്ച വിഭാഗമാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പ്രിയ സുഹൃത്ത് നരേന്ദ്ര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആശംസ. മോദി ഇന്ത്യക്കായി പല നേട്ടങ്ങളും കൈവരിച്ചുവെന്നും ഇന്ത്യയും ഇസ്രായേലും സൗഹൃദത്തിൽ ഒരുപാട് മുന്നോട്ട് പോയെന്നും നെതന്യാഹു പുകഴ്ത്തി. ഒരുപാട് ലോക നേതാക്കളും സിനിമാ കായിക രംഗത്തെ പ്രമുഖയും നരേന്ദ്രമോദിക്ക് ആശംസകൾ അർപ്പിച്ചു. പുതിയ ഇന്ത്യ ആണവ ഭീഷണികളെ ഭയപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ധാറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 75ാം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിനെ അദ്ദേഹം ആനോളം പുകഴ്ത്തി. ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും അദ്ദേഹം പ്രശംസിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമ്മയുടെയും AI ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസിന് പട്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് PB ബജന്ദ്രിയുടേതാണ് നടപടി. എല്ലാ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വൈക്കോൽ കത്തിക്കുന്നതിലൂടെ രൂക്ഷമായ വായു മലിനീകരണത്തിന് കാരണമാകുന്ന കർഷകരിൽ ചിലരെ ജയിലിൽ അടയ്ക്കുന്നത് മറ്റുള്ളവർക്ക് ശക്തമായ സന്ദേശം നൽകുമെന്നാണ് സുപ്രീം കോടതി. എല്ലാ കൊല്ലവും ഒക്ടോബറിൽ ഡൽഹി NCR മേഖലയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി അഭിപ്രായം പങ്കുവച്ചത്. ഖത്തർക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ ചേർന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവും ഖത്തറിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ച് വിവിധ രാജ്യങ്ങൾ. പലസ്തീനുള്ള പിന്തുണയ്ക്കും ഉച്ചകോടി വേദിയായി. സഖ്യരാജ്യങ്ങളിൽ ഏതു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണവും അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കരുതുമെന്ന് ഉച്ചകോടി വ്യക്തമാക്കി. തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായി 3 കോൺഗ്രസ് MAPമാർ സമ്മതിച്ചതായി ഭാരത് രാഷ്ട്ര സമിതി MLA പാഡി കൌശിക് റെഡ്ഡി ആരോപിച്ചു. ഒരു പത്രസമ്മേളനം നടത്തി എല്ലാവരോടും ഇക്കാര്യം വെളിപ്പെടുത്താൻ പോലും അവർ എന്നോട് ആവശ്യപ്പെട്ടെന്നും കൌശിക് റെഡ്ഡി അവകാശപ്പെട്ടു. അസം BJP സാമൂഹിക മാധ്യമങ്ങളിൽ
ഹാൻഡിലുകളിൽ പങ്കുവച്ച വീഡിയോ വിവാദത്തിൽ. AI വീഡിയോ ആണ് എക്സ് ഹാൻഡിലിൽ പങ്കുവച്ചത്. BJP ഇല്ലാത്ത അസം എന്ന പേരിൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോ പങ്കുവച്ചു. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അസമിൽ BJP ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന തലക്കെട്ടോടുകൂടിയ വീഡിയോ BJP നേതാക്കൾ പങ്കുവച്ചത്. പൊതു താൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. മധ്യപ്രദേശിലെ ഖജുരാഹോ ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്ന ഹർജിക്കാരനോട് നിങ്ങളുടെ ഭഗവാനോട് പറയൂ എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് പ്രതിഷേധമുയർന്നത്. പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ വിനീത് ജിന്ദാൽ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. ചാർലി കിർക്ക് കൊലപാതകത്തിലെ പ്രതി ടൈലർ റോബിൻസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതക നിയമ സംവിധാനത്തെ തടസ്സപ്പെടുത്തലടക്കം 7 കുറ്റങ്ങളാണ് 22-കാരനായ ടൈലർ റോബിൻസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ടൈലറിന് വധശിക്ഷ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നാണ് പ്രോസിക്യൂഷൻ അന്തർദേശീയ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ചാർലി ക്രിക്കിന്റെ വിദ്വേഷ പരാമർശങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പ്രതിയുടെ ടെക്സ്റ്റ് സന്ദേശങ്ങൾ പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ കൺസർവേഷൻ ലാബിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യ സ്വർണ്ണ ബ്രേസ്ലെറ്റ് കാണാതായി പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 21-ാം രാജവംശത്തിലെ 3ാമത്തെ ഫെറവോയായിരുന്ന ഫെറവോസ് ഹൈസനസ് ഒന്നാമന്റേതാണ് ഈ അപൂർവ ബ്രേസ്ലെറ്റ്. വരാനിരിക്കുന്ന ട്രഷർ ഓഫ് ഫെറവോസ് പ്രദർശനത്തിനായി ഇത് റോമിലേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. 2 ദിവസത്തെ UK സന്ദർശനത്തിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നി മെലാനിയയും ലണ്ടനിലെത്തി. ഇന്ന് വിൻസർ കാസലിൽ ചാൾസ് രാജാവും രാജ്ഞി കമിലയുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുമായും ചർച്ച നടത്തും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധങ്ങളും അരങ്ങേറും. ചാൾസ് 3ാമൻ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ട്രംപ് എത്തിയത്. കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉപരോധിക്കുമെന്ന് ഖലിസ്ഥാനി സംഘടനയുടെ ഭീഷണി. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 6 for Justice എന്ന ഖലിസ്ഥാനി സംഘടനയാണ് ഭീഷണി മുഴക്കിയത്. വ്യാഴാഴ്ച കാനഡയിലെ വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ 12 മണിക്കൂർ ഉപരോധം പ്രഖ്യാപിച്ചതായും റിപ്പോർട്ട് പുറത്തുവന്നു. സെപ്റ്റംബർ 18-ന് കോൺസുലേറ്റ് സന്ദർശിക്കരുതെന്ന് ഇൻഡോ കനേഡിയൻ പൌരന്മാർക്ക് സംഘടന മുന്നറിയിപ്പ് നൽകി. പലസ്തീനിൽ യുദ്ധം കടുപ്പിച്ച ഇസ്രായേൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 75 ആയി എന്നാണ് റിപ്പോർട്ട്. ഗാസയിലുള്ള 3000 ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാൻ കൂടുതൽ സൈന്യത്തെ യുദ്ധമുഖത്തെത്തിക്കാനാണ് ഇസ്രായേൽ നീക്കം. ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ അനുവദിച്ച അൽ റഷീദ് പാതയിൽ നടന്നു നിൽക്കാൻ പോലും സാധ്യമാവാത്തത്ര തിരക്കാണെന്നാണ് വിവരം. നഗരം പിടിച്ചെടുക്കാൻ ഒടുവിൽ ഇസ്രായേൽക്കാരെ യുദ്ധം കൂടി തുടങ്ങിയതോടെ ഗാസ കത്തുകയാണ്. UPI ഉപയോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്ത. ഭാവിയിൽ UPI ഒരു ATM പോലെ ഉപയോഗിക്കാൻ കഴിയും. രാജ്യത്തുടനീളമുള്ള 2 കോടിയിലധികം വരുന്ന ബിസിനസ് കറസ്പോണ്ടന്റുകളെ പ്രയോജനപ്പെടുത്തി UPI വഴി 10,000 രൂപ വരെ പണമായി പിൻവലിക്കാനുള്ള പദ്ധതിക്ക് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ രൂപം നൽകിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് കടയിൽ QR കോഡ് സ്കാൻ ചെയ്യുന്നത് പോലെ ലളിതമാകും. ഉപയോക്താക്കൾ അവരുടെ ഇഷ്ടപ്പെട്ട UPI ആപ്പ് തുറന്ന് ഇടപാടുകൾ നടത്താൻ കഴിയുന്ന വിധമാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ബാങ്കിംഗ് കറസ്പോണ്ടന്റ് നൽകുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റിന് അംഗീകാരം ലഭിക്കുന്നതോടെ പണം കയ്യിൽ കിട്ടുന്ന രീതിയിലാണ് പദ്ധതി. ഉടൻ തന്നെ ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് തൽക്ഷണം പണം ഡെബിറ്റ് ചെയ്യും. എന്നാൽ ബിസിനസ് കറസ്പോണ്ടന്റുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഉണ്ടാകാമെന്ന് ഇൻഡസ്ട്രി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ചാറ്റിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ വാട്സപ്പിൽ പുത്തൻ ഫീച്ചർ പരീക്ഷിക്കുന്നതായി റിപ്പോർട്ട്. മെസ്സേജ് റിപ്ലൈകൾ ത്രെഡ് ചെയ്ത സംഭാഷണങ്ങളാക്കി ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഫീച്ചർ നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ്. ഉപയോക്താക്കളുടെ ആശയവിനിമയം എളുപ്പമാക്കുന്നതിനും ഒരു പ്രത്യേക വിഷയത്തിൽ കേന്ദ്രീകരിച്ചുള്ള മെസ്സേജുകൾ അയക്കുന്നതും കൂടുതൽ എളുപ്പമാക്കുന്നതാണ് ഫീച്ചർ. ഇത്തരത്തിൽ ത്രെഡ് ചെയ്ത സംഭാഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഫീച്ചർ നിലവിൽ ആൻഡ്രോയിഡ് വാട്സ്ആപ്പ് ബീറ്റയുടെ ഏറ്റവും പുതിയ വെർഷനിൽ ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഉപയോക്താക്കൾ നൽകുന്ന മറുപടികൾ അവർ ഏത് വിഷയത്തിലാണ് പ്രതികരിക്കുന്നത് യഥാർത്ഥ മെസ്സേജിന് കീഴിൽ ഒരു പുതിയ ത്രെഡ് ഓട്ടോമാറ്റിക്കായി സൃഷ്ടിക്കപ്പെടും. ഇത്തരത്തിലൊരു ത്രെഡ് തിറക്കുമ്പോൾ അത് സംബന്ധിച്ച സംഭാഷണങ്ങളുടെ എല്ലാം പൂർണ്ണമായ അവലോകനം ദൃശ്യമാകും. അതുകൂടാതെ ത്രെഡിലേക്ക് കൂടുതൽ മെസ്സേജുകൾ ഉപയോഗിച്ച് മറുപടി നൽകാൻ കഴിയും. ഈ മറുപടി ഫോളോ അപ്പ് റിപ്ലൈ എന്ന് അടയാളപ്പെടുത്തപ്പെടും. വാഹനപ്രേമികൾക്ക് സുപരിചിതമാണ് BMW ലോഗോ. എന്നാൽ ആ പഴയ ലോഗോയിൽ ചെറിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. വാഹന നിർമ്മാതാക്കളായ BMW തങ്ങളുടെ പുതിയ ഇലക്ട്രിക് കാറായ iX3 അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ലോഗോയിലും മാറ്റം വരുത്തിയത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വളരെ കുറച്ചു മാത്രം. നിറത്തിലും അക്ഷരങ്ങളുടെ വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. പഴയ ലോഗോയിലുള്ള നീല, വെള്ള എന്നീ കളറുകളെ കറുപ്പിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ക്രോം വളയമുണ്ടായിരുന്നു. എന്നാൽ പുതിയ ലോഗോയിൽ ആ ക്രോം വളയത്തെ ഒഴിവാക്കി. കൂടാതെ അക്ഷരങ്ങളുടെ വലുപ്പവും കുറച്ചു. പഴയ മോഡലുകളിൽ പഴയ ലോഗോ തന്നെയാണ് ഉണ്ടാവുക, അതിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ ഇനി വരാൻ പോകുന്ന iX3 ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലായിരിക്കും BMW പുതിയ ലോഗോ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുക. ബാക്കി വരുന്ന ചോറ് നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം രാവിലെ തിളപ്പിച്ച് കഴിക്കുന്ന ശീലം മിക്ക വീടുകളിലും സാധാരണമാണ്. ഭക്ഷണം വേസ്റ്റ് ആകാതിരിക്കാനും സമയലാഭത്തിനും ഇത് നല്ലതാണ്. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ആരോഗ്യത്തിന് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വേവിക്കാത്ത അരിയിൽ ബാസിലസ് സെറിയസ് എന്ന ബാക്ടീരിയയുടെ ബീജങ്ങൾ ഉണ്ടാകാം. ഇത് ചൂടിനെതിരെ പ്രതിരോധ ശേഷിയുള്ളവയാണ്. ഇത് അരി വേവിക്കുന്ന സമയത്ത് പൂർണ്ണമായും നശിച്ചു പോകുന്നില്ല. അരി വേവിച്ച ശേഷം അത് പുറത്തുവെച്ച് 40 മുതൽ 140 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള താപനിലയിൽ എത്തുമ്പോൾ ഈ ബാക്ടീരിയകൾ വേഗത്തിൽ പുനരുൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നു. ചോറ് മണിക്കൂറുകളോളം പുറത്തിരിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധയ്ക്കുള്ള അപകട സാധ്യത കൂടുന്നത്. സാധാരണ താപനിലയിൽ ഏതാനും മണിക്കൂറുകൾ ഇരുന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കഴിക്കുന്നവർക്കാണ് കൂടുതൽ പ്രശ്നമുണ്ടാകുക. കൂടാതെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഒരിക്കൽ ചൂടാക്കിയ ശേഷം ആ ചോറ് തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയോ വീണ്ടും ഉപയോഗിക്കുകയോ ചെയ്യരുത്. ചോറ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം മൈക്രോവേവിലോ ആവിയിലോ എണ്ണയിലോ ചൂടാക്കാം. മൈക്രോവേവ് ചെയ്യാൻ ഓരോ കപ്പ് ചോറിനും 1-2
2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. മൈക്രോവേവിൽ 165 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ 3-4 മിനിറ്റ് വയ്ക്കുക.